ശിവഹം സൽമലേരുപരി ഗൃധ്ര ജംബൂകൗ ശ്വാന്നരശ്ച മലിനാംബരാന്വിതഃ രൗതി മാതൃപിതൃ വിപ്രയോജിതഃ സിംഹരൂപമിദം ആദ്യമുച്യതേ. സൽമലേരുപരി ഗൃധ്ര ജംബൂകൗ ശ്വാന്നരശ്ച മലിനാംബരാന്വിതഃ രൗതി മാതൃപിതൃ വിപ്രയോജിതഃ സിംഹരൂപം ഇദമാദ്യമുച്യതേ. ശിവോഹം ദ്രഗണ സ്വരൂപ പ്രകടനത്തിലെ 13ാമത് ശ്ലോകം നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. സൽമലേരുപരി, സൽമലി വൃക്ഷത്തിൻ്റെ മുകളിൽ. സൽമലി എന്ന് പറഞ്ഞാൽ ഇലവ് എന്ന് പറഞ്ഞിട്ടൊരു വൃക്ഷമുണ്ട്. ഇലവ് സൽമലേരുപരി, അതിൻ്റെ മുകളിൽ, ഇലവ് വൃക്ഷത്തിൻ്റെ മുകളിൽ. സൽമലേരുപരി ഗൃധ്രം കഴുകൻ, ഇലവു മരത്തിൻ്റെ മുകളിൽ ഗൃധ്രം കഴുകൻ. ജംബൂകൗ ശ്വാന്നരശ്ച, നരച്ചതല്ല, നരഹ ച, നരശ്ച, നരഹ ച, നരശ്ച. ജംബൂകൗ ശ്വാന്നരശ്ച, ജംബൂകം കുറുക്കൻ, നായ, നരശ്ച മനുഷ്യനൊപ്പം എന്ന് താല്പര്യം. ജംബൂകൗ ശ്വാനരശ്ച, മനുഷ്യനൊപ്പം നായയും കുറുക്കനും. ഇലവുമരത്തിൻ്റെ മുകളിൽ കഴുകനും, സ്വാഭാവികമായും മനുഷ്യനും പട്ടിയുമൊക്കെ താഴെ ആയിരിക്കുമല്ലോ. ഇലവുമരത്തിൻ്റെ മുകളിൽ കഴുകനും, ചോട്ടിൽ മനുഷ്യനൊപ്പം പട്ടിയും കുറുക്കനും. അതാണ് സൽമലേരുപരി ഗൃധ്ര ജംബൂകൗ ശ്വാന്നരശ്ച മലിനാംബരാന്വിതഃ. മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടിയ, മലിനാംബരാന്വിത, മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടിയ. രൗതി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന. രൗതി എന്ത് കാരണത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന? മാതൃപിതൃ പ്രയോജിതഃ, മാതാപിതാക്കന്മാരെ വേർപെട്ട് രൗതി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന. രൗതി മാതൃപിതൃ വിപ്രയോജിതഃ, മാതാപിതാക്കന്മാരെ വേർപെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വരൂപം. ഏത്? സിംഹരൂപം ഇദമാദ്യമുച്യതേ. ചിങ്ങരാശിയുടെ ആദ്യദ്രക്കാണം ഇപ്രകാരമാണ് എന്ന് പറയപ്പെടുന്നു. എപ്രകാരം? മുകളിൽ കഴുകനിരിക്കുന്ന ഒരു ഇലവുമരത്തിൻ്റെ ചോട്ടിൽ മാതാപിതാക്കളെ വേർപെട്ട് കരഞ്ഞുകൊണ്ട് മുഷിഞ്ഞ വസ്ത്രധാരിയായി നായയോടും കുറുക്കനോടും ഒപ്പമിരിക്കുന്ന ഒരു നരൻ. അതാണ് സൽമലേരുപരി ഗൃധ്ര ജംബൂകൗ ശ്വാന്നരശ്ച മലിനാംബരാന്വിതഃ രൗതി മാതൃപിതൃ വിപ്രയോജിതഃ സിംഹരൂപം ഇദമാദ്യമുച്യതേ. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള താല്പര്യം ഇത്രയുമാണ്. ബാക്കി ഇനി നമുക്ക് പതിവ് പോലെ എല്ലാ ശ്ലോകങ്ങളും പ്രത്യക്ഷത്തിലുള്ള അർത്ഥം പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു മുങ്ങിത്തപ്പൽ ഉണ്ടല്ലോ, ഒരു അന്വേഷണം, ഒരു ചിന്ത. അപ്പോൾ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ മതിയില്ലേ?
ശിവോഹം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നില്ല, ബാക്കി കൂടി അങ്ങ് പറഞ്ഞേക്കാം. ശരിക്കും ഞാൻ എഴുന്നേറ്റ് പോയതാണ്. ശൽമലേരുപരി, ശൽമലി വൃക്ഷത്തിന് മുകളിൽ. ശൽമലി എന്നാൽ ഇലവ് വൃക്ഷം. ഇലവ് എന്ന് പറഞ്ഞിട്ടൊരു വൃക്ഷമുണ്ട്. ഈ ഇലവിന് ചില ദേശങ്ങളിൽ പൂള എന്ന് പറയാറുണ്ട്. എന്നാൽ പൂള എന്നതിന് മറ്റ് ചില ദേശത്ത് കപ്പ, മരച്ചീനി എന്നൊക്കെ പറയാറുണ്ട്. ചില ദേശങ്ങളിൽ ഈ പൂള എന്നുള്ള വാക്ക് അസഭ്യമാണെന്ന് എവിടെയോ കേട്ടതുപോലെ തോന്നുന്നുണ്ട്, ശരിക്കും ഓർമ്മയില്ല. എന്തായാലും അങ്ങനൊരു പദം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, ഇവിടെ ഇതിലേതാണ് എന്നൊരു ആശയക്കുഴപ്പത്തിന് ഇടയുണ്ട്. അതുകൊണ്ട് ശൽമലി വൃക്ഷത്തിൻ്റെ അർത്ഥം അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിഷയചിന്താവേളയിൽ ശൽമലി വൃക്ഷം എന്നത് താരതമ്യേന ബലം കുറഞ്ഞ ഒരു വൃക്ഷം എന്ന് അർത്ഥമെടുക്കുന്നതാവും ഉചിതം. ശൽമലേരുപരി, താരതമ്യേന ബലം കുറഞ്ഞ ഒരു വൃക്ഷത്തിന് മുകളിൽ, ഗൃധ്രം, കഴുകൻ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ചിങ്ങം രാശിയുടെ ആദ്യ തിരക്കാണത്തെക്കുറിച്ചിട്ടാണ്. ഓർമ്മ വേണം, മറന്നുപോരുത്. ഈ ആദ്യ തിരക്കാണത്തിൽ, ചിങ്ങം രാശിയുടെ ആദ്യ തിരക്കാണത്തിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾ ശൽമലി വൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്നതായിട്ടാണല്ലോ സങ്കല്പം. അതായത് ശൽമലി വൃക്ഷത്തിൻ്റെ തണലിലിരിക്കുന്നു. ആ വൃക്ഷം അയാൾക്ക് തണൽ വിരിക്കുന്നു അഥവാ സംരക്ഷണമൊരുക്കുന്നു. ആ വൃക്ഷം സ്വതവേ താരതമ്യേന ബലക്കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നൽകുന്ന തണലും സംരക്ഷണവും എപ്പോൾ വരെ ഉണ്ടാകും എന്ന് നിശ്ചയിക്കാൻ നിർവാഹമില്ല. ശക്തമായ ഒരു കാറ്റോ മഴയോ മീൻസ് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നിലംകുത്തിയേക്കാം. അതിവിടെ ചിങ്ങൻ രാശിയുടെ ആദ്യ തിരക്കാണം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ അഥവാ നമ്മൾ ചിന്തിക്കുന്ന ആളിൻ്റെ ഒരു സുരക്ഷിതത്വമില്ലായ്മയുടെ സൂചനയാണ്, ഒരു അരക്ഷിതാവസ്ഥയുടെ സൂചന. മാത്രമല്ല ഉപരി ഗൃധ്രം, മുകളിൽ കഴുകൻ. മുകളിൽ കഴുകൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ താരതമ്യേന ബലം കുറഞ്ഞ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. കൂടെ ഒരു നായയുമുണ്ട്, കുറുക്കനുമുണ്ട്. ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഇരിക്കുന്നത്. മുകളിൽ കഴുകൻ. ദി സ്ട്രഗ്ലിംഗ് ഗേൾ, ദി വൾച്ചർ ആൻഡ് ദി ലിറ്റിൽ ഗേൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചിത്രം ഇപ്പോഴെനിക്ക് ഓർമ്മ വരികയാണ്. കെവിൻ കാർട്ടർ എന്ന ഫോട്ടോ ജേർണലിസ്റ്റ് പകർത്തിയ ഒരു ചിത്രം. 1993 മാർച്ച് 26 ആണെന്ന് തോന്നുന്നു. ദ ന്യൂയോർക്ക് ടൈംസിൽ വന്ന, ദ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ലോകമാനവികതയുടെ ഉറക്കം കെടുത്തിയ ഒരു ചിത്രം. ആ ചിത്രം സമൂഹത്തിൻ്റെ സർവ്വമേഖലകളിലും പല പ്രകാരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. പിന്നീടത് പുലിസ്റ്റർ സമ്മാനത്തിന് ഒക്കെ അർഹമാവുകയും ഒക്കെ ചെയ്തു. 90കളിൽ സുഡാനിലെ ഭീകര ദാരിദ്ര്യത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിനിടയിൽ തൻ്റെ ക്യാമറയിലും തൻ്റെ കരയുന്ന കരളിലും ഒരേപോലെ പതിഞ്ഞുപോയ ഒരു ചിത്രം. മാതൃത്വം മറന്ന് മക്കളെപ്പോലും വലിച്ചെറിഞ്ഞ് അമ്മമാർ വരെ ഒരു ചെറിയ റൊട്ടി കഷ്ണത്തിൻ്റെ പിന്നാലെ പാഞ്ഞു യുദ്ധാനന്തര ശ്മശാനം പോലെ കിടക്കുന്ന ഭീതിതമായ ഒരു പ്രദേശത്ത് താനും മരിച്ചു ചേരാനുള്ള മണ്ണിലേക്കെന്ന പോലെ മുഖം കുനിച്ച് ഇരിക്കുന്ന, ഉള്ളിൽ പ്രാണൻ മാത്രം അവശേഷിക്കുന്ന, അതെ, ഉള്ളിൽ പ്രാണൻ മാത്രം അവശേഷിക്കുന്ന അസ്ഥിപഞ്ജരം പോലൊരു ബാലികയും അവളുടെ മരണം കാത്ത് അവളുടെ തൊട്ടരികിൽ തന്നെ അവളെ ഭക്ഷിക്കാനായി കാത്തിരിക്കുന്ന ഒരു കഴുകനും. അതാണ് ആ ചിത്രം. ആ കാഴ്ച കണ്ട്
ഫോട്ടോ എടുത്ത കെവിൻ കാർട്ടർ മാത്രമല്ല, ആ ക്യാമറ പോലും ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാവണം. പെൺകുട്ടിയൊന്ന് 2011 വരെ ലോകം കരുതിയിരുന്ന ആ കുട്ടി ഒരു ആൺകുട്ടിയായിരുന്നു എന്നും ആ കുട്ടിയുടെ പേര് കോങ് ന്യോങ് എന്നായിരുന്നു എന്നും ഈ ദുരിതാവസ്ഥകളെയൊക്കെ എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് ആ കുട്ടി 2007 വരെ ജീവിച്ചിരുന്നതായും പിന്നീട് പനിബാധിതനായി മരിച്ചതായും ആ കുട്ടിയുടെ പിതാവ് തന്നെ വെളിപ്പെടുത്തിയ വിവരം ആരോടും പറയല്ലേ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത് വിക്കിപീഡിയ തൊണ്ണയിലിരുന്ന് വാതോരാതെ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഗൂഗിൾ അമ്മച്ചിയാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാലും കിട്ടും. ആ ചിത്രത്തിൽ നമ്മൾ കണ്ട കഴുകൻ്റെ ഉള്ളിലിരിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും? അതേ ഉള്ളിലിരിപ്പ് തന്നെയാണ് എല്ലാ കഴുകന്മാരുടെയും. ഇവിടെ ശൽമലേരുപരിയിരിക്കുന്ന ഗൃധ്രം കഴുകൻ, അവൻ്റെയും ഉള്ളിലിരിപ്പ് അതുതന്നെയാണ്. ചിങ്ങരാശിയുടെ ആദ്യ തിരക്കാണ സംബന്ധിയായി നമ്മൾ ചിന്തിക്കുന്നത് എന്തു തന്നെയായാലും അതിൻ്റെ അപജയം കാക്ഷിക്കുന്ന കഴുക സമാന സംഗതിയിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടൽ ആണ് ആ കഴുകൻ എന്ന് പറയുന്ന ചിത്രീകരണം. അത് ശ്രദ്ധ വെച്ചുകൊള്ളണം, മറന്നു പോകരുത്. ശൽമലേരുപരിഗൃദ്ധ ചിങ്ങരാശിയുടെ ആദ്യ തിരക്കാണത്തിന് ഒരു അരക്ഷിതാവസ്ഥയും അഥവാ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ തന്നെ അത് ശാശ്വതമല്ലാത്ത അവസ്ഥയും മാത്രമല്ല, അതിൻ്റെ സർവനാശത്തിനായി കാത്തിരിക്കുന്ന ചില തലങ്ങളും ഉണ്ടെന്ന് താല്പര്യം. മാത്രമല്ല, കഴുകനെ പോലെ മാംസാരപ്രിയവും ഈ ദ്രേക്കാണത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കരുതണം എന്നല്ല ആണ്. കൂടാതെ ഇവിടെ ഗൃത്രപ്രയോഗം കൊണ്ട് ഗൃത്രം കഴുകൻ എന്ന ഒരു അർത്ഥതലത്തിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ശരിക്കും ഗൃത്ര എന്നതിന് ഗൃത്രം കഴുകൻ എന്നർത്ഥമുണ്ടെങ്കിലും ഗൃത്ര എന്നതിന് അത്യാഗ്രഹമുള്ള എന്നുകൂടി അർത്ഥമുണ്ട്. അതായത് ഈ ദ്രേക്കാണം ഒരു അത്യാഗ്രഹ സ്വഭാവം കൂടിയുള്ള ദ്രേക്കാണമാണ് എന്ന് താല്പര്യം. ദ്രേക്കാണ സ്വരൂപ പ്രകരണത്തിലെ ഈ 13-ാമത് അധ്യായത്തിൻ്റെ ആകെ തുകയൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ചെറിയ അത്യാഗ്രഹമല്ല, മറിച്ച് സാമാന്യരുടെ സാധാരണ ആഗ്രഹങ്ങൾ പോലും ഈ ദ്രേക്കാണത്തെ സംബന്ധിച്ചിട്ട് ഒരു അത്യാഗ്രഹമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത്രത്തോളം ദയനീയത കൂടി ഈ ദ്രേക്കാണത്തിന് ബാധകമാണ്. ജംബൂകൗ ശ്വാനരശ്ച, മനുഷ്യനൊപ്പം കുറുക്കനും നായയും. മൃഗങ്ങളോടൊപ്പമുള്ള മനുഷ്യൻ എന്നൊരു സാധ്യത ഇല്ലാതില്ല. അങ്ങനെ പ്രയോഗിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ അങ്ങനെ സമയങ്ങൾ ഉണ്ടാകും. ആ സമയങ്ങളിൽ അതങ്ങനെ. പക്ഷേ ഇതിനേക്കാൾ മൃഗങ്ങളോടൊപ്പമുള്ള മനുഷ്യൻ എന്നതിനേക്കാൾ കുറുക്കനും നായയും കാഴ്ചയിൽ ഏകദേശം ഒന്നുപോലൊക്കെ ആണല്ലോ. അങ്ങനെ ഒന്നുപോലെ തോന്നുമെങ്കിലും രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. നായ സുഹൃത്താണെങ്കിൽ മനുഷ്യൻ്റെ, കുറുക്കൻ ശത്രുവാണ്. കണ്ടാൽ ഒന്നുപോലെ ഇരിക്കും. ഒരേപോലെയുള്ള അഥവാ ഒരേ തലത്തിൽ തന്നെ ഒരേ മേഖലയിൽ തന്നെ ശത്രുക്കളും മിത്രങ്ങളും ഒരേപോലെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയാണത് ഈ ദ്രേക്കാണത്തിൻ്റെ. അത് ഈ ദ്രേക്കാണത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് തന്നെ നമ്മൾ കരുതി വെച്ചുകൊള്ളണം. മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവവും സഹായവും ഒരേപോലെ അനുഭവവേദ്യമാകുന്ന ഒരവസ്ഥ. മറ്റൊരു തരത്തിൽ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകൽ, അഥവാ ശത്രുവിനോടും മിത്രത്തോടും ഒരേപോലെ സമീപിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതുമല്ലെങ്കിൽ ഇരു കൂട്ടരോടും ഒരേപോലെ ഇടപെടുന്ന സ്വഭാവം. ഒന്നുകിൽ ശത്രുക്കളോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, മിത്രങ്ങളോടും എങ്ങനെ പെരുമാറണമെന്നറിയില്ല. രണ്ടുപേരോടുമുള്ള പെരുമാറ്റം കണക്കാണ്. അതുമല്ലെങ്കിൽ ഇരു കൂട്ടരോടും ഒരേ മനോഭാവത്തിൽ പെരുമാറുന്ന സ്വഭാവം. ഇതിലേതുമാകാം. ഇതൊക്കെ നമ്മൾ
ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ദ്രേക്കാണ സ്വരൂപമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ആ ദ്രേക്കാണ സ്വരൂപത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് മറ്റ് പല ഘടകങ്ങൾ കൂടി സ്വാധീനിക്കുകയും ആ സ്വാധീനം കൂടി കണക്കിലെടുത്താണല്ലോ നമ്മൾ ഒരു ഫൈനൽ ഡിസിഷനിലെത്തുക. അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടുന്ന സമയങ്ങളിൽ ഇതിന് ഉചിതമായ തീരുമാനങ്ങൾ വന്നുകൊള്ളും, അങ്ങനെ വരണം. ഇതൊക്കെ ഈ ദ്രേക്കാണത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിനുശേഷം എന്താണ്? മലിനാംബരാന്യുത, മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടിയതെന്ന് പ്രത്യക്ഷമായ താല്പര്യം. അതിനകത്ത് നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെ പ്രയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ തന്നെ. ചില വേള അത് അല്പവസ്ത്രത്തിൻ്റെ സൂചകവും വസ്ത്രത്തിൻ്റെ ലഭ്യതയില്ലായ്മയുടെ സൂചനയും ദാരിദ്ര്യത്തിൻ്റെ ജീർണാവസ്ഥയുടെ ലഭ്യതക്കുറവിൻ്റെ മൂല്യശോഷണം സംഭവിച്ചതിൻ്റെ ചൈതന്യക്കുറവിൻ്റെ ഒക്കെ സൂചകമായി ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ വിഷയവ്യത്യാസമനുസരിച്ചിട്ട്, സാഹചര്യ വ്യത്യാസമനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഈ ദ്രേക്കാണം ഇങ്ങനെയൊക്കെയാണ് എന്നുകൂടി നമ്മൾ പഠിച്ചു വെച്ചുകൊള്ളുക. രൗദി, കരച്ചിലോടുകൂടി. ഈ കരച്ചിൽ രസമുള്ള കാര്യമാണ് കേട്ടോ. മനുഷ്യന് മാത്രം ബാധകം അല്ല എന്ന് ഗുരുപദേശം. രൗദി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയല്ല. മനുഷ്യനോടൊപ്പം നായയ്ക്കും കുറുക്കനും ബാധകമാണ് ഈ കരച്ചിൽ. മൂവരും ഇരിക്കുന്നത് ഈ ശുഷ്കമായ മരച്ചുവട്ടിലാണ്. എന്താ അതിൻ്റെ താല്പര്യം? സ്വന്തമായി വീടോ കൂടോ ഒന്നുമില്ലാതെ തെരുവോരങ്ങളിലോ വഴിയമ്പലങ്ങളിലോ കടത്തെണ്ണകളിലോ ഏതെങ്കിലും വൃക്ഷച്ചുവടുകളിലോ കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരവസ്ഥ കൂടി ഈ ദ്രേക്കാണ സ്വഭാവമായി ഇവിടെ നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെയുള്ളയാൾ, അരക്ഷിതമായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്നയാൾ എങ്ങനെ കരയാണ്ടിരിക്കും? തനിക്കോ ഒന്നുമില്ല, പിന്നെ പട്ടിക്ക് എന്തു കൊടുക്കും? അപ്പോൾ പിന്നെ പട്ടി എങ്ങനെ കരയാണ്ടിരിക്കും? ഇവനെ കടിച്ചു കീറിയിട്ട് വേണം തൻ്റെ വിശപ്പടക്കാനെന്ന് കുറുക്കൻ. പക്ഷെ പട്ടി ഇവൻ്റെ മിത്രമായി നിൽക്കുന്നത് കൊണ്ട് അതൊട്ട് കഴിയുന്നുമില്ല. അപ്പോൾ കുറുക്കൻ എങ്ങനെ കരയാണ്ടിരിക്കും? മൂവരും കരച്ചിൽ തന്നെ. അതുകൊണ്ട് എന്താ സംഗതി? ആക്രമിക്കേണ്ടവന് വേണ്ടും വണ്ണം ആക്രമിക്കുവാനും സഹായിക്കേണ്ടവന് വേണ്ടും വണ്ണം സഹായിക്കുവാനും കഴിയുന്നില്ല. അവരുടെയും അവസ്ഥ, അവരുടെയും സാഹചര്യം മോശമാണ് എന്നൊരു തലം കൂടി ഈ ദ്രേക്കാണ സ്വഭാവമായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കേട്ടാൽ മാത്രം പറ്റില്ല, അതിന് കൂലങ്കഷമായിട്ട് ചിന്തിക്കുകൂടി വേണം. ശരി, മാത്രമല്ല പറ്റിയാൽ ഇവന്മാരെ 3 പേരെയും, ആരെ? പട്ടിയെയും മനുഷ്യനെയും കുറുക്കനെയും, ഇവന്മാരെ 3 പേരെയും ശാപ്പിടണമെന്നാണ് മുകളിലിരിക്കുന്ന കഴുകൻ്റെ താല്പര്യം. പക്ഷേ ഇവന്മാർ ചാവുകയുമില്ല, കട്ടിലൊഴുകുകയുമില്ല എന്ന അവസ്ഥയിലാണ്. അപ്പോൾ പിന്നെ കഴുകന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവനും കരച്ചിലാണ്, സർവത്ര കരച്ചിൽ. ആ ദ്രേക്കാണത്തിന്, ഏത് ദ്രേക്കാണത്തിന്? ചിങ്ങം രാശിയുടെ ആദ്യ ദ്രേക്കാണത്തിന് കഴുകനെ പോലെ മാംസാഹാര പ്രിയത്വം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇവിടെ ഇച്ഛാഭംഗം വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കഴുകനാണ്. അതുകൊണ്ട് മാംസാഹാര പ്രിയത്വമൊക്കെ ഉണ്ടാകും, ശരി തന്നെ. പക്ഷേ സാധനം കിട്ടിക്കൊള്ളണമെന്നില്ല. ആകപ്പാടെ ഒന്നിനും ഏതിനും ഒരു നീക്കുപോക്കുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി ഈ ദ്രേക്കാണത്തിനുണ്ട് എന്ന് ഓർത്തുകൊള്ളണം. അതിനുശേഷം എന്താണ്? മാതൃപിതൃ വിപ്രയോജിത. മാതാപിതാക്കൾ വേർപെട്ടു പോയ, മരണം കൊണ്ടോ അല്ലാതെയോ. ഇവിടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോഴും, ആ മാതാപിതാക്കൾ എന്ന് പ്രയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ അതങ്ങനെ തന്നെ, അങ്ങനെ പറയുമ്പോഴും അത് മാതാപിതാക്കൾ എന്ന് മാത്രമല്ല, സ്വജനങ്ങൾ, ബന്ധുജനങ്ങൾ എന്നൊക്കെ താല്പര്യമുണ്ട്. അതൊക്കെ ഉചിതമായ ഇടങ്ങളിൽ ഉചിതമായ രീതിയിൽ ഉപയോഗിച്ചു കൊള്ളണം. മാതൃപിതൃ വിപ്രയോജിത എന്നുള്ളത് ഈ ദ്രേക്കാണത്തിൻ്റെ ഒരു നിരാലംബ സ്വഭാവം കൂടിയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ, പറഞ്ഞത് മാത്രമല്ലാതെ വരികൾക്കിടയിലെ വായന പോലെ നിങ്ങളുടെ ഉള്ളിലും ചില ഒരു വൈകാരികത ഉണ്ടായില്ലേ? അതിൽ നിന്നുകൊണ്ട് ഈ ദ്രേക്കാണത്തിൻ്റെ ഒരു ആകത്തുക
നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളത് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുമായാലും നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആ പറഞ്ഞ ശ്ലോകത്തിൻ്റെ താല്പര്യങ്ങൾ അതിന് താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളൊരു ചർച്ച പോലെ ചെയ്യണമെന്ന്. നിങ്ങളെല്ലാവരും അത് ആ ഒരു എൻ്റെ ഒരു ഇഷ്ടം ശിരസാവഹിച്ചതിൽ എനിക്ക് അതിയായ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കട്ടെ. ഭഗവതി, പലപ്പോഴും ഞാൻ വിചാരിക്കും, വേണ്ട, ഒന്നും പറയുന്നില്ല. ശിവോഹം ശിവോഹം.